ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് എൻ്റെ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. എൻ്റെ ഫൈനൽ എക്സാമാണ് കേട്ടോ. എൻ്റെ 2 വർഷത്തെ എൻ്റെ ഒരു അധ്വാനം അല്ലെങ്കിൽ 2 വർഷത്തെ ഞാനെടുത്തൊരു സ്ട്രഗിൾ അവസാനിക്കാൻ പോവാണ്. ലാസ്റ്റ് എക്സാമാണ്. ഞാൻ മാലിക്കൂന് 6 മാസമുള്ളപ്പോൾ പഠിക്കാൻ പോകാൻ തുടങ്ങിയതാണ്. ഇപ്പം അവനിക്ക് 2.5 വയസ്സായിട്ടോ. അപ്പോൾ എൻ്റെ 2 വർഷത്തെ ജേണി അവസാനിക്കാൻ പോവാണ്. അപ്പോൾ ഫൈനൽ എക്സാമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മെമ്മറിയും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ മാലിക്കിന് ഞാൻ പഠിക്കുന്ന ടൈമിൽ ഇതുപോലെ കൊടുന്ന് അവിടെ ഫോണിൽ കുറച്ച് നേരം കാണിച്ച് അങ്ങനെ ഇരുത്തും. എന്താ പറയുക, നമ്മളെ സഹായിക്കാൻ ആരുമില്ലെങ്കിലും നമ്മളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തണമെങ്കിൽ അതിന് നമ്മൾ തന്നെ കഷ്ടപ്പെടണം. അയ്യോ എന്നെ സഹായിക്കാറില്ലല്ലോ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാറില്ലല്ലോ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമ്മളവിടെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. നമ്മളെക്കൊണ്ട് പറ്റണം. ഏത് സാഹചര്യത്തിലാണെങ്കിലും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അത് നമ്മൾ തന്നെ നേടിയെടുക്കണമെന്ന് എന്നെ പഠിപ്പിച്ച കുറച്ച് ദിവസമായിരുന്നു ഈ എക്സാം ഡേയ്സ്. കാരണം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് പഠിച്ചത്. കാരണം നിങ്ങൾക്കറിയാം, നിങ്ങളിപ്പോൾ പഠിക്കുന്ന ആൾക്കാരാണെങ്കിലും പഠിച്ചു കഴിഞ്ഞ ആൾക്കാരാണെങ്കിലും നമ്മളൊക്കെ പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഇരുന്ന് പഠിക്കണം എന്നൊരു തോന്നൽ വന്ന് പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ അതും എക്സാമിൻ്റെ തലേ ദിവസം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത്രയും ടെൻഷനുള്ള ടൈമാണ്. അതിൻ്റെ ഇടയിൽ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കണം, മാലിക്കുനെ മാനേജ് ചെയ്യണം, കാക്കുവിൻ്റെ കാര്യങ്ങൾ നോക്കണം. ഞാൻ അത്യാവശ്യം കഷ്ടപ്പെട്ടു. കാരണം ഇവിടെ ഉപ്പയില്ല, നിത്യമില്ല, ഉമ്മയില്ല. അപ്പോൾ എനിക്ക് നിത്യനായിരുന്നു ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത്. കാരണം നിത്യം ഉണ്ടെങ്കിൽ മാലിക്കുനൊന്ന് ഫുഡ് കൊടുക്കാനാണെങ്കിലും അല്ലെങ്കിൽ കുറച്ച് നേരം അവനെ നല്ലോണം കുറച്ചധികം നേരം മാനേജ് ചെയ്യാനൊക്കെ നിത്യനെ കൊണ്ട് പറ്റുമായിരുന്നു. ഇപ്പോൾ ഞാൻ പഠിക്കുന്ന ഇടയിൽ വന്നിട്ട് തന്നെ മാലിക്കുന് ഫുഡ് എടുക്കണം. അപ്പോൾ എനിക്ക് പപ്പടം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാഴ്ചയാണ്. ഇതൊക്കെ നമ്മൾ പഠിപ്പിൻ്റെ ടൈം ഇങ്ങനെ പോവാണ്. കാരണം ടൈമില്ല ഒട്ടും. തിങ്കളാഴ്ച എക്സാം കഴിഞ്ഞ് വന്നാൽ ചൊവ്വാഴ്ച എക്സാം, ചൊവ്വാഴ്ച കഴിഞ്ഞാൽ ബുധനാഴ്ച എക്സാം. അപ്പോൾ നമുക്കിങ്ങനെ അടുപ്പിച്ചാകുമ്പോൾ നമുക്കൊട്ടും ടൈമില്ലല്ലോ. അപ്പം അത്യാവശ്യമല്ല നല്ലോണം കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ എക്സാംസൊക്കെ എഴുതിയത്. കാരണം ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ. ഏറ്റവും കൂടുതലൊരു ടാസ്ക് എന്ന് പറയുന്നത് മാലിക്കുനെ വെച്ചിട്ട് നമുക്ക് പഠിക്കുക എന്ന് പറയുന്നത് നല്ലോണം ഒരു ടാസ്ക് തന്നെയായിരുന്നു. കാരണം നമുക്ക് മാലിക്കുനെ ഒരു സ്ഥലത്തിരുത്തി കഴിഞ്ഞാൽ അവൻ അവിടെ ഇരിക്കില്ല. അപ്പോൾ അവനും നോക്കണം, നമുക്ക് പഠിക്കാനുള്ളത് പഠിക്കും വേണം. ഇപ്പോൾ നമ്മളാണെങ്കിലും ഈ വീഡിയോ കാണുന്നതിൽ മിക്ക ആൾക്കാരും പഠിക്കുന്നവരാവും അല്ലെങ്കിൽ പഠിപ്പൊക്കെ കഴിഞ്ഞവരാവും. അപ്പോൾ നമ്മൾ പഠിക്കാനൊരു സ്ഥലത്ത് പഠിക്കണം എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഇങ്ങനെ പല ഇങ്ങനെ അവിടുന്ന് നീച്ച് പോകുന്ന ടൈമിൽ നമുക്ക് തന്നെ ഇനി പഠിക്കാനുള്ളൊരു മോഡേ പോകും നമുക്ക്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്നാണ് ഞാൻ ഈ എക്സാമൊക്കെ എഴുതിയത്. കാരണം മാലിക്കുനെ കുറച്ച് നേരം നമുക്കൊന്ന് മാനേജ് ചെയ്യാൻ സത്യം പറയാ വെച്ചാൽ എനിക്ക് നല്ലോണം ഞാൻ ബുദ്ധിമുട്ടി. ഞാൻ കുറച്ച് നേരം ഫോൺ കാണിച്ചു കൊടുക്കും, കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ അവനക്ക് വെച്ച് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അവന് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് അവൻ ഉറക്കിയതിന് ശേഷം ഞാൻ രാത്രി ഇരുന്ന് പഠിക്കും. ഒരു 1 മണി 1:30 വരെ പഠിക്കും. രാവിലെ ഒരു 5 മണിയാകുമ്പോഴത്തേന് എണീച്ചിട്ട് എനിക്ക് പഠിക്കാനുള്ള സ്റ്റാർട്ട് ചെയ്യും. കാരണം ആ ഒരു ടൈമിലായിരുന്നു മാലിക്ക് അവന് ഉറങ്ങാവുമല്ലോ. അപ്പോൾ നമുക്ക് ആ ഒരു ടൈമിൽ നല്ലോണം കോൺസെൻട്രേഷൻ ചെയ്ത് നമുക്ക് പഠിക്കാൻ കഴിയും. അപ്പോൾ പിന്നെ രാവിലെ പഠിക്കണം നല്ലതാണല്ലോ, പഠിച്ചു കഴിഞ്ഞാൽ നമുക്കതെല്ലാം മനസ്സിലുണ്ടാവും. അപ്പോൾ ഞാനാണെങ്കിൽ ഈ ഒരു ഇയറിൽ നല്ലോണം ക്ലാസ്സിനും പോകാത്ത കാരണം എനിക്ക് ചിലതൊന്നും വായിച്ച് നോക്കുമ്പോൾ അറിയും പോലില്ല. ഞാനായിരുന്നു പഠിച്ചത്. പിന്നെ നമുക്കൊരു കാര്യം വേണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം നേടിയെടുക്കണമെങ്കിൽ നമ്മൾ നല്ലോണം കഷ്ടപ്പെടണം. അതെന്തായാലും എനിക്ക് ഈ ഒരു സമയം മനസ്സിലായി. കാരണം നമ്മളെ മുന്നിൽ ഒരാളും ഹെൽപ്പ് ചെയ്യാനില്ലെങ്കിലും നമുക്ക് വേണ്ടി നമ്മൾ തന്നെ നേടിയെടുക്കണം എന്ന് മനസ്സിലായിരുന്ന സമയമായിരുന്നു കേട്ടോ ഈ ഒരു സമയം. അപ്പോൾ രാവിലെ ഞാൻ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പരിപാടി ചായക്ക് വെള്ളം വെക്കാണ് കേട്ടോ. അപ്പോൾ ചായക്ക് വെള്ളം വെക്കണം. അതിൻ്റെ ഇടയിൽ ഞാൻ അവിടെ ബുക്ക് കൊടുന്ന് വെച്ചിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ബുക്ക് മാറ്റി വെച്ചു. കാരണം മാലിക്കും വിളിക്കുന്നുണ്ടായിരുന്നു. അവനിങ്ങനെ ഉണരാൻ നിൽക്കുന്ന ടൈമിൽ കുറച്ച് നേരം നമ്മളെ വിളിക്കും. പിന്നെ പോയി നോക്കുമ്പോൾ അവനെ ഉറങ്ങാവും, പിന്നെയും വിളിക്കും, ഉറങ്ങാവും. അങ്ങനെ ആകുമ്പോഴത്തേനും ഞാൻ ബുക്കൊക്കെ മടക്കി വയ്ക്കും. കാരണം ബുക്ക് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ തരില്ല. അപ്പം ഞാൻ എക്സാം ആയതുകൊണ്ട് തന്നെ 3 ദിവസമായി തിരുമ്പിയിട്ട്. അപ്പോൾ തിരുമ്പാനുള്ളതൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടാണ് കേട്ടോ. അപ്പോൾ
ഉപ്പാൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ പോകുമ്പോൾ ഇട്ടതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും തിരുമ്പിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് തിരുമ്പി വെക്കാമെന്ന് വിചാരിച്ചു. വന്നു കഴിഞ്ഞാൽ അത് ഉണക്കിയിടാമെന്നൊരിതിൽ ഞാൻ അത് തിരുമ്പാൻ വേണ്ടി വാഷിംഗ് മെഷീനിൽ ഇട്ടൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ്ലി എക്സാം ആയതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ടൈം കിട്ടില്ല. അതിൻ്റെ ഇടയിൽ മാലിക്കൂൻ്റെ നമുക്കറിയാമല്ലോ, ചെറിയ മക്കളുള്ള എല്ലാവർക്കും അറിയാം, അവർക്ക് അപ്പിടാൻ മുട്ടും. അത് കഴിഞ്ഞാൽ അവർക്ക് ഫുഡ് കഴിക്കേണ്ടി വരും. നമ്മളൊരു സ്ഥലത്ത് ഇരിക്കുന്ന ടൈമിൽ അവർക്ക് അതിൻ്റേതായ ഒരേ ഇല്ലാത്ത കാര്യങ്ങൾ അവരുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പം അതിൻ്റെ ഇടയിൽ എനിക്ക് ബാക്കിയും കൂടിയും കാര്യങ്ങൾ വന്ന് ചെയ്യാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എക്സാം ആയതുകൊണ്ട് തിരുമ്പിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തിരുമ്പാനുള്ളതൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ട് വെച്ചു. നമ്മൾ സോപ്പും പൊടി ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ നമ്മൾ എക്സാം ആയതുകൊണ്ട് തന്നെ മുറ്റടിച്ച് വരിയിട്ടില്ല, അകടിച്ച് വരിയിട്ടില്ല, കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം വന്ന് കഴിഞ്ഞാൽ എനിക്ക് അടുത്ത ദിവസം എക്സാമിനുള്ളത് പഠിക്കണമായിരുന്നു. അപ്പോൾ എൻ്റെ മുന്നിൽ നമ്മളെ 2 വർഷം കഷ്ടപ്പെട്ട ഒരു ഫൈനലാണ് നമ്മുടെ എക്സാം എന്ന് പറയുന്നത്. അപ്പം ഞാൻ മോനെ 6 മാസമുള്ളപ്പോൾ പഠിക്കാൻ തുടങ്ങിയിട്ട് ഈ 2.5 വയസ്സിൽ എക്സാം എഴുതുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു റിസൾട്ട് എനിക്ക് കിട്ടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതിനുവേണ്ടി ഞാൻ പരമാവധി പരിശ്രമിച്ചു. ഇനിയെല്ലാം പഠിച്ചവൻ്റെ കയ്യിലാണ് ജയിക്കണതും എല്ലാതും. പക്ഷേ എൻ്റെ ഒരു ഇതിൽ ഞാൻ നല്ലോണം പരിശ്രമിച്ചിട്ട് തന്നെയായിരുന്നു ഈ എക്സാമൊക്കെ എഴുതിയത്. പിന്നെ ജയം തോൽവിയൊക്കെ എല്ലാവർക്കും പറഞ്ഞതൊക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും നമ്മളത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ എക്സാമിനൊക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുട്ടുണ്ടാക്കാനുള്ള കാര്യങ്ങളാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ പുട്ടിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുട്ടിൽ വെള്ളം ഒഴിച്ച് വെച്ചു. എന്നിട്ട് കുറച്ച് നേരം അവിടെ വെച്ചതിന് ശേഷം നമ്മളത് ഇങ്ങനെ പൊടിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ മാലിക്കും ഇങ്ങനെ ഇടയ്ക്ക് ഉമ്മി എന്നൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ മെയിൻ ചെയ്യാണ്ടേ ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം ക്ലാസ്സിന് പോണതിൻ്റെ മുന്നേ തന്നെ എനിക്ക് നമ്മൾ 1:30 ആകുമ്പോഴത്തേക്ക് ഇടുന്ന്, പിന്നെ 5 മണിയാകുമ്പോൾ എഴുന്നേച്ച് പിന്നെ നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് നന്നായി വിശക്കും. പക്ഷേ വിശന്നാലും എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാക്കണം. ഇപ്പോൾ ചായ കുടിക്കുകയാണെങ്കിൽ നമ്മൾ ചായ ഉണ്ടാക്കി കുടിക്കണം. അപ്പോൾ ഞാൻ ചായക്ക് മിക്കവാറും പോപ്കോണൊക്കെ ഉണ്ടാക്കി കഴിക്കും. കാരണം അതാകുമ്പോൾ എളുപ്പമാണല്ലോ. കുക്കറിൽ ഇട്ട് കഴിഞ്ഞാൽ അത് പൊട്ടി കഴിഞ്ഞാൽ അത് ഇട്ട് തിന്നും. അങ്ങനെയാണ് ഞാൻ ചെയ്യുക. ഈ ഒരു എക്സാമുള്ള 3 ദിവസം ഞാൻ ചായ കുടിക്കുമ്പോൾ പോപ്കോണായിരുന്നു കഴിച്ചിരുന്നത്. കാരണം അത് കഴിക്കുമ്പോൾ വയറും ഫുള്ളാവും, പിന്നെ നമുക്ക് വിശപ്പുണ്ടാവില്ല, പിന്നെ എളുപ്പമാണ്. അപ്പോൾ ഞാൻ അതാ ചെയ്തിരുന്നത്. അപ്പോൾ വിശന്നാലും ഞാനിങ്ങനെ വിശപ്പ് ഇടയ്ക്ക് വെച്ചിരിക്കും. കാരണം നമുക്ക് വിശന്നുണ്ടെങ്കിൽ നമ്മളത് ഉണ്ടാക്കി കഴിക്കണം. അപ്പോൾ അത്രയും ടൈം പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ വിശപ്പിനെ സഹിച്ച് നിർത്തും. അങ്ങനെ പുട്ടിനുള്ള വെള്ളമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ വാഷിംഗ് മെഷീന് സോപ്പൊക്കെ പിടിച്ച് കറങ്ങൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് വെള്ളം കളയാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് മഴക്കാറുണ്ട്. ഞാൻ തിരുമ്പാട്ടതിന് ശേഷം ഒരു മഴക്കാറ് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നാലും കുഴപ്പമില്ല, വെയിൽ വരുന്നൊരു വിശ്വാസത്തിൽ അങ്ങോട്ട് എല്ലാതുകൊണ്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ തേങ്ങ പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ തേങ്ങ പൊളിക്കുകയാണ് കേട്ടോ. എന്താ പറയുക, സത്യം പറയാലോ, ഞാൻ ഉമ്മാനെ നിത്യനൊക്കെ ഒരുപാട് മിസ് ചെയ്തു കേട്ടോ. കാരണം എനിക്ക് കഴിഞ്ഞ എക്സാമിനൊക്കെ മാലിക്കൂനെ നോക്കാനൊരു ഡ്യൂട്ടി ഉണ്ടായിരുന്നു. കാരണം മാലിക്കു കഴിഞ്ഞ ഫസ്റ്റ് എക്സാമിനൊക്കെ അവനക്ക് 1 വയസ്സോ 1.5 വയസ്സോ ആവണമുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ തന്നെ എടുക്കണമായിരുന്നു. അപ്പോൾ എനിക്ക് മാലിക്കൂൻ്റെ കാര്യം നോക്കി ഉമ്മാനെ ഏൽപ്പിച്ച് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ചായം കടയ്ക്കുമ്പോൾ തന്നെ ഉണ്ടാക്കി വെക്കുമായിരുന്നു. പക്ഷേ ഈ എക്സാമിന് ഞാൻ 3 ദിവസം അവിലെന്തോ കഴിച്ചു പോയി, 2 ദിവസം അവിൽ കഴിച്ചു പോയി, ഇന്ന് ഞാനും പുട്ടും കഴിച്ചു പോയി. അങ്ങനെ ഉണ്ടായത്. കാരണം നമുക്കൊന്ന് നിത്യമായിരുന്നെങ്കിൽ എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം നിത്യം ഉണ്ടായിരുന്നെങ്കിൽ അവൾ എന്തായാലും കണ്ടറിഞ്ഞിട്ട് എനിക്ക് അത് വെച്ച് തരും. എനിക്ക് 100% ഉറപ്പാണ്. കാരണം എനിക്കിപ്പം 7 ദിവസം ട്രെയിനിങ് ഉണ്ടായിരുന്നു ലാബിൽ. അപ്പോൾ ഞാൻ 7:30 ആകുമ്പോഴത്തേന് ലാബിൽ പോകുമ്പോൾ അവൾക്കപ്പോൾ ക്ലാസ് ഉണ്ടായിരുന്നില്ല, വെക്കേഷൻ എന്തോട്ടായിരുന്നു. പക്ഷെ അവളെ എണീച്ചിട്ട് എനിക്ക് ദോശയൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു. അതുകൊണ്ട് അവളൊക്കെ നല്ലോണം മിസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ പുട്ടിനുള്ള തേങ്ങ കുറച്ച് ചിരവ് വെച്ച് പുട്ടിട്ടു. അത് കഴിഞ്ഞിട്ട് ബാക്കി തേങ്ങ കൂടി ചിരവ് വെച്ചു. അപ്പോൾ ഇത് എക്സാം ആയതുകൊണ്ട് തന്നെ മിറ്റൊന്നും അടിച്ചു വരാൻ ടൈം കിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വരും എക്സാമിനുള്ള പഠിക്കും, പിറ്റേ ദിവസം എക്സാം എഴുതും, വരും എക്സാമിനുള്ള പഠിക്കും. അതിൻ്റെ ഇടയിൽ അലക്കിൻ്റെ വിവരം കാര്യങ്ങൾ നോക്കാനുള്ള ടൈം തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ബാക്കി കാര്യങ്ങൾക്കൊന്നും ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ
മിറ്റടിച്ച് വരികയാണ് കേട്ടോ. പിന്നെ വൈകുന്നേരം വന്ന് കഴിഞ്ഞാലും മാലിക്കൂന് അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞ് നമ്മൾ അതുണ്ടാക്കി കൊടുക്കണം. അവനക്ക് ചില സമയത്ത് വന്നിട്ട് ഉമ്മി ഇറച്ചി മാമു വേണം, അതുകൊണ്ട് അത് വേണം പറഞ്ഞാൽ അത് ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഞാൻ ബുക്ക് കൈ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ പാല് വേണം പറയും, പാല് വെച്ച് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഓരോന്ന് വേണം പറയും, പഴംപൊരി വേണം പറയും. അപ്പോൾ ഞാൻ പഴം പൊരിക്കാൻ നിൽക്കില്ല, ഞാനത് ചീന്തിയിട്ട് ജസ്റ്റ് ഒന്ന് പാനിലിട്ട് ചൂടാക്കിയിട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കും. കാരണം ഈ ഒരു 3 ദിവസം ഞാൻ അങ്ങനെയായിട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഇതാ മിറ്റൊക്കെ അടിച്ചു വരി നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. കാരണം എക്സാമിൻ്റെ അന്ന് മുതൽ നമ്മൾ അടിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഇന്ന് ലാസ്റ്റ് എക്സാം ആയതുകൊണ്ട് തന്നെ ടൈമുണ്ട്, പഠിപ്പൊക്കെ കഴിഞ്ഞ് ടൈമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം പ്രകൃതിയൊക്കെ ഒന്ന് വീഡിയോ എടുത്തു. ഒരു മനഃശാന്തിക്ക് ഈ എക്സാമും കൂടി കഴിഞ്ഞാൽ ഫ്രീ ആണ്. അതുവരെ ഒരു ചെറിയ ടെൻഷൻ ഉണ്ട് കേട്ടോ, എക്സാം എങ്ങനെ ഉണ്ടാവും, നമുക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെ വരും, നമ്മൾ പഠിച്ച് വരുമോ, അങ്ങനത്തെ ഒക്കെ ഒരു കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല, എക്സാംസ് ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. ഇനി ജയം തോൽവിയൊക്കെ പഠിച്ചവൻ്റെ കയ്യിലുള്ളതാണ്, എന്തായാലും നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഇതാ തിരുമ്പിയത് ഇട്ടിട്ട് നമ്മൾ ലാസ്റ്റ് വെള്ളം കൂടി വെച്ച് കംഫർട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ മാലിക്കുനെ കുളിപ്പിച്ചു. അതിൻ്റെ പരിപാടീസ് എല്ലാം കഴിഞ്ഞു, അവനെ കുളിപ്പിച്ചു. അപ്പോൾ ഞാനും കുളിച്ചു. അത് കഴിഞ്ഞിട്ട് ഇതാ കോളേജിലേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ മാലിക്ക് ഭയങ്കര പിണക്കത്തിലാണ്. കാക്കു പറഞ്ഞു നിന്നെ കൊണ്ടുപോകില്ല, കോളേജിലേക്ക് കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ ഭയങ്കര പിണക്കത്തിലാണ്. ഞാനും വരും എന്നൊക്കെ പറഞ്ഞിട്ട് പിണങ്ങി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ അവനക്ക് കാത്തു വെച്ച് കൊടുത്തിട്ട് ഞാൻ ഭക്ഷണം കൊടുക്കുകയാണ്. നമുക്ക് എടുത്ത് കൊണ്ടേ നടന്നു കൊടുക്കാനുള്ള ടൈമൊന്നുമില്ല. അപ്പോൾ ഞാൻ പോകുമ്പോൾ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ വന്ന് കഴിഞ്ഞിട്ട് ഫുഡ് കൊടുക്കും. അപ്പോൾ രാവിലെ ഞാൻ പോകുമ്പോൾ ഫുഡ് കൊടുക്കും, അത് കഴിഞ്ഞ് വന്ന പാടന്നെ ഞാൻ അവനക്ക് ചോറും കൊടുക്കും. അതിൻ്റെ ഇടയിൽ പ്രത്യേകിച്ച് ഫുഡൊന്നും കൊടുക്കില്ല. കാരണം കാക്കുവിന് അങ്ങനെ ഫുഡ് അങ്ങനെ കൊടുക്കാനൊന്നും വയ്ക്കില്ല. അപ്പോൾ ഞാൻ രാവിലെ തന്നെ വയറ് നിറച്ച് ഫുഡ് കൊടുത്തിട്ടാണ് കേട്ടോ പോവുക. അപ്പോൾ കാക്കും മാലിക്കും കൂടിയിട്ട് തന്നെയാണ് വരുന്നത് കൊണ്ടാക്കാൻ. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫോണ് പിന്നെ കാക്കുവിൻ്റെ അടുത്ത് കൊടുത്ത് വിടും. അപ്പോൾ കാക്കും മാലിക്കും കൂടി റൂമിൽ വാതിലടച്ചിരിക്കും, ഫോണിൽ കാർട്ടൂൺസൊക്കെ കണ്ടിട്ട് അങ്ങനെ ഇരുന്ന് അവനങ്ങനെ ഉറങ്ങും. പ്രത്യേകിച്ച് വാശിയും കാര്യങ്ങളൊന്നും ഞാനില്ലെങ്കിൽ അവനക്ക് പ്രത്യേകിച്ച് വാശിയൊന്നുമില്ല. അവനെ കാക്ക തന്നെ മാനേജ് ചെയ്തോളും. അപ്പോൾ ഈ ഒരു 3 ദിവസം അവനെ ഞാൻ എക്സാമിന് പോകുമ്പോൾ നോക്കിയതും കാക്ക തന്നെയാണ് കേട്ടോ. കാക്ക റൂമിൽ വാതിലടച്ചിട്ട് അവനെ നിർത്തും, അവൻ ഫോണിൽ കളിക്കും. അപ്പോൾ ഇതാ ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്നു, വാഷിംഗ് മെഷീനിൽ തിരുമ്പിട്ടത് ഭദ്രമായി അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതെടുത്തിട്ട് ഉണക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഉച്ചക്കാണ് വന്നത്, 1 മണി 1:15 ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു രാവിലത്തെ ആ ഒരു മഴക്കാറും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതാ വാർപ്പിൻ്റെ മേലെ പോയിട്ട് അപ്പോൾ മാലിക്കും ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം സമയം കളയാൻ നിന്നില്ല, കാരണം വെയിലത്തിട്ടാലേ അത് ഉണങ്ങുള്ളൂ. ചിലപ്പോൾ നാളെ മഴയാണെങ്കിൽ പിന്നെ നമ്മളത് നാളേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് ശരിയാവില്ല. പിന്നെ നമ്മൾ ഉണക്കണ മെഷീൻ കംപ്ലൈൻ്റ് ആണ്, അപ്പോൾ അതിൽ വെക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വന്ന പാടെ വേഗം കോട്ട് മാത്രമേ ഊരിയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാനത് പെട്ടെന്ന് അലക്കി വെച്ച തുണിയൊക്കെ എടുത്തിട്ട് മേലെ കൊണ്ടുപോയി ഇടാണ് കേട്ടോ. പിന്നെ നമ്മൾ മേലെ എപ്പോഴും വിരിച്ചിടണം, അങ്ങനെ പ്രത്യേകിച്ച് പൊടിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളിതിങ്ങനെ നിലത്ത് അങ്ങനെ വിരിച്ചിടാനിട്ട് ചെയ്യുക, ഭയങ്കര വൃത്തിയുള്ള സ്ഥലം തന്നെയാണ്. പിന്നെ നമ്മൾ ആ എടുക്കുന്ന ടൈമിൽ നന്നായി കുടഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റൊക്കെ തിരുമ്പിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിട്ടിട്ട് നീറ്റാക്കി വെക്കുകയാണ്. അപ്പോഴത്തേനും മാലിക്ക് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അവനക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പരിപാടിയും കൂടി ഉണ്ട് വീട്ടിൽ. അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് മാലിക്കുവിന് ഫുഡ് കൊടുക്കുകയാണ്. അപ്പോൾ ചോറും പപ്പടം തന്നെ കേട്ടോ. എനിക്ക് ചോറും പപ്പടം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പ്രത്യേകിച്ച് ഉപ്പേരി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇനി നാളെ മുതൽ എല്ലാതും ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ എനിക്ക് പരീക്ഷ ആയതുകൊണ്ട് തന്നെ ഞാനത് രാവിലെ കടിയല്ലേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉപ്പേരിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇനി അത് നാളെ മുതലെല്ലാം ഉണ്ടാക്കി കൊടുക്കണം. 3 ദിവസമാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യിപ്പിച്ചു. അതിൻ്റെ ഇടയിൽ പഴം കാര്യങ്ങളൊക്കെ കൊടുക്കും കേട്ടോ, പാലൊക്കെ. അങ്ങനെ നമുക്കിത് ഒരു ലോഡ് മടക്കി വെക്കാനുണ്ട്. 3 ദിവസമായി തിരുമ്പി അവിടെ കെട്ടും അതേപോലെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമുക്കതൊന്ന് മടക്കി വെക്കാനുണ്ട്. എല്ലാവരും ഡ്രസ്സുണ്ട് കേട്ടോ, ഉപ്പാൻ്റെ, ഇൻ്റെ, മാലിക്കുൻ്റെ, നിത്യയുടെ, കാക്കുവിൻ്റെ, ഫെബിയുടെ മാത്രമല്ല, അത് അവൾ എടുത്തുകൊണ്ട് മടക്കി വെക്കും. അപ്പോൾ ബാക്കിയുള്ള എല്ലാവരും ഡ്രസ്സ് അതുപോലെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കണം. അപ്പം അതൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ അകം അടിച്ചു വാരലാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ അകം അടിച്ചു വാരിയിട്ട് 3 ദിവസമായിട്ടോ. ഞാൻ പറഞ്ഞല്ലോ, എക്സാമിന് പോയി വരുമ്പോൾ നമുക്ക് ഒട്ടും ടൈം കിട്ടില്ല. പിന്നെ ഇപ്പം എന്താ ചെയ്യുക,
അപ്പോൾ അത് ഞാൻ അങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിക്കും. എനിക്ക് പിന്നെ അതെടുത്ത് കാര്യങ്ങൾ ചെയ്യാനുള്ള ടൈമില്ല. അപ്പോൾ എത്ര അവിടെ കിടക്കും, അങ്ങനെ കിടക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ അകമൊക്കെ അടിച്ചു വാരിയൊന്ന് വൃത്തിയാക്കിയിട്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ മാലിക്കൊണ്ട് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ അവനെ മാനേജ് ചെയ്ത് കൊണ്ട് നടക്കുകയാണ്. കരയിപ്പിച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര വാശിയാണ്. അപ്പോൾ അവൻ മുറ്റത്ത് ഇറങ്ങുമ്പോഴൊന്നും അവനെ മാക്സിമം കരയിപ്പിക്കാണ്ട്, കാരണം അവിടെ നിന്നൊക്കെ പിടിച്ചു കൊടുന്നാൽ പിന്നെ വീടൊക്കെ പൊളിച്ചിടും. അച്ചാത് കരച്ചിലൊക്കെ കാര്യം മാക്സിമം ഞാൻ അവനെ കരയിപ്പിക്കാണ്ടൊക്കെ അവിടെ നിന്നോട്ടെ, ഞാനിങ്ങനെ അടിച്ചു വരും അവിടെ പോയി നോക്കും, അടിച്ചു വരും അവിടെ പോയി നോക്കും, അങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുമായിരുന്നു കേട്ടോ. കാരണം കരയിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അവനെ ഒരു രക്ഷയില്ല. നമുക്ക് അടിയും കിട്ടും, മുഖം മാന്തി പൊളിക്കും, മുടി പിടിച്ച് വലിക്കും, അങ്ങനെ ഫുൾ എന്താ പറയുക ഹറാസ്മെൻ്റ് ആവും അവൻ ചെയ്യുക. പിന്നെ ഞാൻ ഏകദേശമൊക്കെ അവിടെ നിന്ന് സോപ്പിട്ട് കൊടുന്നു. അപ്പോൾ മേക്കപ്പ് ചെയ്ത് തരും ഉമ്മിക്കെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ജസ്റ്റൊക്കെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു 4 മണിയൊക്കെ ആയപ്പോൾ 4:30 ആയിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അങ്ങനെ ഞാനും മാലിക്കും എൻ്റെ ഹെൽപ്പറായിട്ട് വന്നിട്ടുള്ളത് മാലിക്കുമാണ്. അപ്പോൾ മാലിക്കിന് ഞാനിങ്ങനെ എൻ്റർടൈൻമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം അവനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാതിരിക്കാൻ വേണ്ടിയിട്ട് ഉമ്മിനൊന്ന് ഹെൽപ്പ് ചെയ്യുമോ, ആ ഡ്രസ്സ് എടുത്തിട്ട് ആ ബക്കറ്റിലിടുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ബക്കറ്റ് ഇട്ടിട്ട് വന്നിക്കണേ, കാരണം അതിലിട്ട് കഴിഞ്ഞാൽ അവനെ പിടിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മളെ ഡ്രസ്സും അവനെ പിടിക്കലൊക്കെ കൂടി നടക്കില്ല. അപ്പോൾ ഞാൻ ഉമ്മയ്ക്ക് അതൊന്നും എടുത്തതായ മാലിക്കോ അതൊന്നും ഇട്ട് തരുമോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ എൻഗേജ് ചെയ്തിട്ട് ഇങ്ങനെ നടക്കണം കേട്ടോ. കാരണം നമ്മൾ അവനെ എൻഗേജ് ചെയ്തിട്ടില്ലെങ്കിൽ അവന് നേരെ അങ്ങോട്ടോടും ഇങ്ങോട്ടോടും. അപ്പോൾ നമുക്കിങ്ങനെ അറ്റാക്ക് ഓരോരോ അറ്റാക്ക് ഇങ്ങനെ വരും. അവനെ തെറ്റത്തേക്ക് പോകുമ്പോൾ നമുക്കൊരു അറ്റാക്ക്, അവിടുന്ന് പിടിച്ചു വരുന്ന അടുത്ത സൈഡിൽ പോകുമ്പോൾ നമുക്ക് അടുത്ത അറ്റാക്ക്. അപ്പോൾ അങ്ങനെ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ കുഞ്ഞു കുഞ്ഞു ഡ്രസ്സൊക്കെ അവിടെ ഒരു തകരം പോലത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് താഴോട്ട് ഉമ്മിക്കെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ നീറ്റായിട്ട് നല്ല കുട്ടിയായിട്ടൊക്കെ എടുത്ത് ബക്കറ്റിലൊക്കെ വെച്ച് എന്നെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ അവൻ പറഞ്ഞു ഉമ്മി ഞാൻ ഇറങ്ങിക്കോളാം ഒറ്റയ്ക്ക് ഇതാണ്. അപ്പോൾ എനിക്ക് പേടിയായി. പിന്നെ അമ്മ നല്ല ഉമ്മിക്കിത് പൊന്തണില്ല പൊന്നാ, അതൊന്ന് പിടിച്ചു തരുമോ, ഉമ്മിക്കിത് തീരെ പൊന്തണില്ല എന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ട് കൊണ്ടുവരാൻ കേട്ടോ. അപ്പോൾ ആ ഉമ്മി ഞാൻ പിടിക്കാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ പിടിക്കുന്നുണ്ട്, കാരണം അവൻ ഓടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ വേഗം പോയിട്ടൊന്ന് കുളിച്ചിട്ട് വന്നു. കുളിക്കാൻ പോകുമ്പോൾ മാലിക്കൂനും കാത്തൊക്കെ വെച്ചിട്ട് ഞാൻ നല്ല കുട്ടിയായിട്ട് ഇരിക്കണം എന്നിട്ടോ പറഞ്ഞ് പോയി വന്നപ്പോൾ അതുപോലെ തന്നെ ഗുഡ് ബോയ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു മാലിക്കും. അപ്പോൾ രാവിലെ കുളിച്ചതാണെങ്കിലും ഞാനൊന്നും കൂടി കുളിച്ചതാണ് കേട്ടോ, കാരണം ഇത്രയും വർക്ക് ചെയ്തപ്പോൾ തന്നെ നല്ലോണം വേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എത്ര കൊള്ളായിട്ടൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.